ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നൊരു ട്രിപ്പ് പോകണം അട്ടപ്പാടിക്ക്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇൻട്രസ്റ്റിംഗ്. എന്താണ് രാജ്മോഹൻ? വി ഹാവ് ഇതെന്താ ബ്രെഡ് ബജ്ജിയിലെ ബ്രെഡ് ഓംപ്ലേറ്റ് അല്ല ബ്രെഡ് ബജ്ജി. എന്താ പല്ല് കാണിച്ചെടുക്കുന്നതിൻ്റെ ആയ കാണിക്കുന്നു. ഞങ്ങളൊരു ട്രിപ്പ് ഇതാ ഈ ബാക്ക് കാണുന്ന മല കണ്ടോ, അവിടേക്ക് പോവാണ്. ഇതെവിടെ സ്ഥലം എവിടെടാ? ചെറക്കൽപ്പടി, കല്ലടിക്കോട് ചെറക്കൽപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നേരെ അട്ടപ്പാടിക്ക് പോകാനുള്ള പരിപാടിയാണ്. അട്ടപ്പാടി മലനിരകളുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പോവാം. അവിടെ ഒരു സ്വന്തം നാട്ടുകാരൻ ശ്രീ രാജേഷ് എന്തേലും പറയും. ഒന്നും അവന് പറയാൻ പറ്റില്ല, അവൻ്റെ പല്ലൊക്കെ പോയി കിടക്കുക. വായൊക്കെ നാട്ടുകാരടിച്ച് പൊളിച്ചു. പിടിയായി. എത്ര ഈ ബഡ്ജറ്റ് ട്രിപ്പിൽ ചായ? 17. ബഡ്ജറ്റ് ചായക്ക് 300 വിട്ടുള്ളൂ. സ്റ്റാർട്ടിങ്ങിന് 500 പോയി. ചായയുടെ ബഡ്ജറ്റ് 500 ആയിരുന്നു. ചായയുടെ ബഡ്ജറ്റ് അതെ വേഗം ഇറങ്ങി നന്നായി. വീണ്ടും ഓരോ പാത്രത്തിൽ ഒന്നും വേണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. പിന്നെ If we try to, we can make it. But don't we ever just take some chances and stop your thinking and start your living. Get your shoes on, we're going dancing. ബൈക്ക് റൈഡ് നിറയെ എടുത്തിട്ടുണ്ട്. കല്യാണത്തിന് ആ ഒരു സ്ഥലത്ത് അതല്ലടാ ഈ ഫോട്ടോയിലുള്ളത് ആരാണ്? അങ്ങനൊന്നുമില്ല പ്രത്യേകിച്ച്. ആരിത്? ആരല്ല, ചുമ്മാ വെച്ചതാ. ഇതേ അങ്ങനൊന്നും ആരുന്നില്ല. മറ്റവരല്ലേ ദുരന്തം. ഒരു വണ്ടി ഇപ്പൊ വരും. എവിടെ KSRTC അല്ലടാ അത്. ആ നോക്കട്ടെ. അത് പൊളിച്ചു. ആരൊരു ലൈറ്റൊക്കെ ഇട്ടത്. ഇതാരുടെ ഈ ബാഗ് ഫോട്ടോക്കെ? അതാരും വേണ്ട, ആ പാട്ടൊന്നും കൂടി പറയാനും വേണ്ട. കിട്ടി സൈഡ് കിട്ടി. അങ്ങനെ നമ്മൾ 4 ബുള്ളറ്റിലാണ് വന്നിരിക്കുന്നത്. മൊത്തം 8 പേര്. ഇതാണ് അട്ടപ്പാടിയിലെ മെയിൻ ആള്. ഇവനെ അറിയുന്നവര് കമന്റ് ചെയ്യണം. അട്ടപ്പാടിയിലെ ഉള്ളവര്. നിങ്ങൾ അട്ടപ്പാടിക്കാരോ? ഇത് നമ്മുടെ മല്ലീശ്വരം മുടിയുടെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിൻ്റെ അവിടെ തന്നെയാണ്. കഴിഞ്ഞ വട്ടം വന്നപ്പോഴും അവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ 4 ബുള്ളറ്റ്. അവിടെ പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. നൈസ്. മല കയറുമ്പോ ഇത്ര സ്റ്റാൻഡേർഡ് ഡ്രസ്സൊക്കെ വേണം. അതെ, ബഹുമാനപ്പെട്ട യൂട്യൂബറുടെ ഡ്രസ്സും കൂടെ നോക്കേണ്ടതാണ്. അതുകൂടെ നോക്കേണ്ടതാണ്. രാവിലെ ആയി. പിറ്റേ ദിവസം വൈകിട്ട് വേറെ പരിപാടിയൊന്നും ഉണ്ടാകുന്നില്ല. പുഴയിലേക്കൊക്കെ പോയി. പക്ഷേ ലൈറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഗുഡ് മോർണിംഗ്. ഇതാണ് ഞങ്ങൾ താമസിച്ച റിസോർട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വീടാണ്. ഗ്രീൻ സ്റ്റേ അട്ടപ്പാടി. അത്യാവശ്യം നല്ല വീട്. 2 റൂമുണ്ട്, ഒരു ഹാള്, ഒരു കിച്ചൺ. ഇതാണ് നമ്പർ. ഇപ്പോൾ അട്ടപ്പാടിയൊക്കെ വരുന്നവർ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഞങ്ങൾ കരടിപ്പാറയിലെ കോട കാണാൻ വേണ്ടി പോവാണ്. അപ്പം നല്ല അടിപൊളി വിഷ്വൽസ് ആയിരിക്കും. തൂക്കിട്ടോ
800 കൊടുത്ത് വാങ്ങിച്ചാണ് 500 അല്ല നിങ്ങളെക്കാളി ഞാൻ എന്തോ ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെരുപ്പിട്ടതാണോ അല്ല അതിന്റെ മുകളിൽ തീരുന്നു ബസ് എന്നിട്ട് നീ എടുത്തില്ലേ ഏത് ആ മലയാ മീല സ്വർഗം കാറ്റോടെ കുട്ടീസൊക്കെ ഇട്ടുകൊണ്ട് കാറ്ററിയുന്നുണ്ട് ആയേഷ് പറ്റിച്ചു ഇവിടെ കോടയൊന്നുമില്ല നമ്മുടെ ലൊക്കേഷൻ ദിസ് ഈസ് ഇൻ കരടിപ്പാറ ജെല്ലിപ്പാറയൊക്കെ പോകുന്ന റൂട്ട് അവിടെ നിന്ന് തിരിഞ്ഞിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. സംഭവം അടിപൊളിയാണ്. അട്ടപ്പാടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കരടിപ്പാറ. വേറെയും സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ എവിടേക്കൊക്കെ പോകും എന്താ പ്ലാനൊന്നും അറിയില്ല. ഞങ്ങളുടെ ഗൈഡ് രാജേഷാണ് ഇന്ന് ഫുള്ള് പ്ലാനുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കാണാം. അനുവേട്ട മാത്രം പുഴയത്തെ വെള്ളം കുടിച്ചെന്ന് മരിക്കും വേറെ ഒന്നും സംഭവിക്കില്ല. അത് ആരെങ്കിലും ആ ചളിവെള്ളമൊക്കെ കുടിക്കും. പിരിവ് തുടങ്ങിയാലോ മസ്തിഷ്കം യൂണിയന്റെ പിരിവ് തുടങ്ങിയാലോ ഓക്കെ. ഭാര്യ വിടാത്ത ടൂർ പ്ലാൻ ചെയ്തതിനു ശേഷം മനഃപൂർവ്വം ഭാര്യ വിടാത്ത കാരണം പറഞ്ഞ് ഒഴിവായ സുരേഷിനും അച്ഛൻ വിടാത്ത കാരണം പറഞ്ഞ് ചിരിച്ചു പറയരുത്. ഇവിടുത്തെ ടോപ്പ് എന്നുള്ള വ്യൂ ആണ്. സംഭവം അടിപൊളിയാണ്. കരടിപ്പാറ നൈസ് സ്പോട്ടാട്ടോ. വട്ടപ്പാടി വരുന്നവര് കരടിപ്പാറ മിസ് ചെയ്യണ്ട. വേറെയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ രാജേഷ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അതാ ഈ സഞ്ചരിക്കുന്നതാണ് കോട. അവരങ്ങോട്ട് ദൂരണ്ട് ഒന്ന് കാണുമ്പോൾ അടിപൊളി വ്യൂ ആണ്. ഫോണില് പക്ഷേ കുറച്ച് ഇതുണ്ട്. സൂക്ഷിച്ചു വാ ചളിയായി. ഏകദേശം 4-5 കിലോമീറ്റർ ആയിട്ട് ട്രാവലിംഗ്. അവിടെ മറ്റേ ഫെൻസ് കെട്ടിയിട്ടില്ലേ, ഫെൻസ് സൈഡിലേ അതെന്താ വെച്ചപ്പോ ഫെൻസ് കെട്ടിയിട്ടില്ലേ അവിടെ. പുലി ഇറക്കണ സ്ഥലമാണ് ഇത്. അങ്ങനെ ഏകദേശം 3-4 കിലോമീറ്റർ ആയി. സംതിങ് എക്സൈറ്റഡ്, ബിഗ് ഈസ് കമ്മിങ്. എന്തൊക്കെയാവും അറിയില്ല. അവിടെ എത്തിയിട്ട് നമ്മൾ നോക്കാം. 2 കിലോമീറ്ററോ? ഇനി 2 കിലോമീറ്ററോ? കമ്പിയൊക്കെ ഉണ്ട് വെറുതെ. 100 കിലോമീറ്റർ ഇനിയോ? നീ ഇത് തന്നെ പറയണേ. ഇനി ചെറിയ കയറ്റം കൂടി കയറി കഴിഞ്ഞാൽ എത്തിയില്ലേ? അവിടെ എത്തിക്കാം. ഓ ഇവന് ഓടിയിട്ടൊക്കെ കയറുന്നു. ഇവിടെ നടക്കാൻ വയ്യ. അയ്യോ എന്താടാ? എടുക്കണ്ട് വന്നോ. അയ്യോ ഇനി എത്ര ഉണ്ട്? സൗണ്ട് മാത്രം കേൾക്കുന്നുള്ളൂ കുറേ നേരമായിട്ട്. അവിടെ എന്തോ ഉണ്ട്. ഇതാണ് വെള്ളച്ചാട്ടം. എവിടെ? അതേ കാണും. ഇനി എത്ര ദൂരം നടക്കണ്ടോ? അപ്പോൾ 2 കിലോമീറ്റർ ഉണ്ടോ ശരിക്കും? കഴിക്കടാ മഴയാ. കളയണ്ട. ഇത് കൂടെ ഇറങ്ങാൻ പറ്റില്ല. അത് നല്ല അല്ല ഈ വഴി ഇറങ്ങാൻ വരുന്നു. ഇതൊക്കെ കേറി പോണ്ടെന്ന് ആലോചിക്കുമ്പോഴാ. അനുപേട്ടാ ഇതിലൊരു സാധനം ഉണ്ട് കേട്ടോ. ഇതിലൊരു സാധനം ഉണ്ട്. കമ്പിളിപ്പുഴു. അയ്യോ നിങ്ങൾ മെല്ലെ വാ. കാലിൽ അട്ട കടിച്ച് അട്ടപ്പാടി വന്നിട്ട് സിദ്ധ വൈദ്യ സ്വാമി അതുൽ ദാസ് എന്നെ രക്ഷിച്ചു. ഷെട്ടിപ്പുറം, ഫുൾ ഷെട്ടിപ്പുറം. പൈസ അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുളിച്ചു. സംഭവം സെറ്റാണ്. പക്ഷേ
ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം, ബി സേഫ്. ഞങ്ങളങ്ങനെ വെള്ളച്ചാട്ടത്തിലൊരു കുളി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കുളിച്ചു. പക്ഷെ ഇവിടെ അത്ര സേഫ് ഒന്നല്ല. അങ്ങനെ ഒട്ടപ്പാടിയിൽ വരുന്നവർ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. ഹിഡൻ സ്പോട്ടാണ്. ഇവിടെ നമ്മൾ കറക്റ്റ് പറയില്ല അല്ലേ. അതാണ് ചാമ്പയ്ക്ക് തോട്ടം. അതിന്റെ സ്വിച്ച് ഇവിടെ അല്ലല്ല അങ്ങനെ നമ്മുടെ അട്ടപ്പാടി ട്രിപ്പ് ഏകദേശം സമാപനമായി. ഫോണിൻ്റെ സ്റ്റോറേജും ഫുള്ളായി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട അട്ടപ്പാടി വരുന്നവരൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക. ബൈ ഗൈസ്. കുഴപ്പമില്ലടാ, ടെൻഷൻ ഉണ്ട്. അടുത്ത ട്രിപ്പിൽ നമുക്ക് ശരിയാക്കാം. അടുത്ത ട്രിപ്പ് നല്ല മന്തി കഴിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം.